ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് 251 പാഠമാണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15 അധ്യായത്തിലെ 17 മുതലുള്ള ശ്ലോകങ്ങൾ 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 എന്നീ 11 ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം. സൗത്യേ വൃതക്കുമതിനാത്മത ഈശ്വരോ മേ യത്പാദപദ്മമഭവായ ഭജന്തി ഭവ്യാ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ഠം ന പ്രാഹരൻ യദനുഭാവ നിരസ്തചിത്താഃ. സൗത്യേ വൃതക്കുമതിനാത്മത ഈശ്വരോ മേ യത്പാദപദ്മമഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ഠം ന പ്രാഹരൻ യദനുഭാവ നിരസ്തചിത്താഃ. നർമ്മണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപിതാനി നരദേവഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപിതാനി
നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ ശയ്യാസനാടന വികഥന ഭോജനാദിഷ്വൈക്യാൽ വയസ്യ ഹൃദവാനിധി വിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവൽതനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ ശയ്യാസനാടന വികഥന ഭോജനാദിഷ്വൈക്യാൽ വയസ്യ ഹൃദവാനിധി വിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവൽതനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യാപ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗ രക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി തദ്വൈ ധനുസ്തയിഷവസരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസതീശരിക്തം ഭസ്മൻ ഹൃദം കുഹകരാദ്ധം ഇവോപ്തമുഷ്യം തദ്വൈ ധനുസ്ത ഇഷവസരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂതസതീശരിക്തം ഭസ്മൻ ഹുതം കുഹകരാദ്ധമിവോപ്തമൂഷ്യം രാജം സ്ത്വയാഭിപൃഷ്ടാനാം സുഹൃദാം ന സുഹൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിഥ രാജൻ ത്വയാഭിപൃഷ്ടാനാം സുഹൃദാം ന സുഹൃത്പുര വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിഥ വാരുണീം മദിരാം പീത്വാ മതോന്മഥിതചേതസാം അജാനതാം ഇവാന്യോന്യം ചതുപഞ്ചാവശേഷിതാഃ വാരുണീം മധുരാം പീത്വാ മതോന്മഥിതചേതസാം അജാനതാം ഇവാന്യോന്യം ചതുപഞ്ചാവശേഷിതാഃ പ്രായേണൈതൽ ഭഗവത ഈശ്വരസ്യ വിചേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ച യന്മിഥ പ്രായേണൈതൽ ഭഗവത ഈശ്വരസ്യ വിചേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി
ഭാവയന്തി ജയന്മിഥ ജലൗകസാം ജലേ യദ്വത് മഹാന്തോന്നോദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ ജലൗകസാം ജലേ യദ്വൽ മഹാന്തോദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ ഏവം ബലിഷ്ഠൈർയദുഭിർ മഹദ്ഭിരിതരാൻ വിഭു യദൂൻ യദുഭിരന്യോന്യം ഭൂഭാരാൻ സംജഹാരഃ ഏവം ബലിഷ്ഠൈർയദുഭിർ മഹദ്ഭിരിതരാൻ വിഭു യദൂൻ യദുഭിരന്യോന്യം ഭൂഭാരാൻ സംജഹാരഃ ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. ശ്രീഹരേ നാരായണ. ഈ 11 ശ്ലോകങ്ങളുടെ അർത്ഥവും അന്വയവും ഭാവാർത്ഥവും നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി പഠിക്കാം. 17ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ശ്ലോകം 17. സൗത്യേ വ്രത കുമദിനാത്മത ഈശ്വരോ മേ യത്പാദപദ്മമഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ടം ന പ്രാഹരൻ യദനുഭാവനിരസ്തചിത്താഃ. സൗത്യേ വ്രത കുമദിന ആത്മത ഈശ്വരോ മേ യത്പാദപദ്മം അഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹമരയോ ശ്രാന്തവാഹം അരയോ രഥിനോ ഭുവിഷ്ടം ന പ്രാഹരൻ യദനുഭാവനിരസ്തചിത്താഃ. ഭവ്യാഃ ശ്രേഷ്ഠന്മാർ അഭവായ മോക്ഷത്തിനായിക്കൊണ്ട് യത് പാദപദ്മം യാതൊരുത്തന്റെ പാദപദ്മത്തെ ഭജന്തി ഭജിക്കുന്നു യദനുഭാവനിരസ്തചിത്താഃ യാതൊരുത്തന്റെ അനുഭാവത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും രഥിന രഥത്തിലിരിക്കുന്നവരുമായ അരയ ശത്രുക്കൾ ശ്രാന്തവാഹം ക്ഷീണിച്ച കുതിരകളോടുകൂടിയവനും ഭുവിഷ്ഠം ഭൂമിയിൽ നിൽക്കുന്നവനുമായ മാം എന്നെ ന പ്രാഹരിൽ പ്രഹരിച്ചില്ല. ആത്മദ ആത്മാവിനെ ദാനം ചെയ്യുന്നവനും ഈശ്വര പ്രഭുവുമായ ആ ഭഗവാൻ കുമദിന ബുദ്ധിഹീനനായ മയാ എന്നാൽ സൗത്യേ സൂതകർമ്മത്തിൽ വ്രത വരിക്കപ്പെട്ടു. ഇവിടെ ഇതിന്റെ അർത്ഥം ഭാവാർത്ഥത്തോടുകൂടി ചുരുക്കി മനസ്സിലാക്കാം. താൻ ചെയ്ത അപരാധത്തെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് അർജുനൻ പറയുന്നു, ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ മഹാത്മാക്കളായ മുനിമാര് മുക്തിയെ ലഭിക്കുന്നതിനു വേണ്ടി ഭജിക്കുന്നുവോ, ജയദ്രഥ വധാവസരത്തിൽ യുദ്ധക്കളത്തില് മഹാഭാരത യുദ്ധത്തില് ജയദ്രഥനെ വധിക്കുന്ന അവസരത്തില് വെള്ളം കുടിക്കാതെ കുതിരകൾ ക്ഷീണിച്ചു തളർന്നപ്പോൾ ഉടനെ ഞാൻ തേരിൽ നിന്ന് ഭൂമിയിലിറങ്ങി അസ്ത്രമുപയോഗിച്ച് ഭൂമിയെ പിളർന്ന് ജലം വരുത്തി കുതിരകൾക്ക് കൊടുപ്പാനായി ഭൂമിയിൽ നിൽക്കുന്ന എന്നെ ശത്രുക്കൾ ഏതൊരു ഭഗവാന്റെ മഹിമാതിശയത്താൽ മോഹിതന്മാരായതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് സംഹരിക്കാതിരുന്നുവോ ആ ഭഗവാനും ഈശ്വരനും
ആത്മജ്ഞാനത്തെ നൽകിയ ഗുരുവുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ മൂഢനായ ഞാൻ സാരഥിയായിട്ട് വരിച്ചു. അഹോ, അറിവില്ലായ്മയുടെ അധികാരവിലാസം എത്ര വലുതാണ്! ഗീതോപദേശത്തെ സ്മരിച്ചുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നു. നർമാണ്യുദാരരുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സംജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഢന്തി ഹൃദയം മമ മാധവസ്യ. നർമാണി ഉദാര രുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി കുരുനന്ദന ഇതി. സംജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഢന്തി ഹൃദയം മമ മാധവസ്യ. മനസ്സിലാകാത്ത പദങ്ങളൊന്നും ഇവിടെ ഇല്ല. ഹേ നരദേവ, അല്ലയോ രാജശ്രേഷ്ഠ, ഉദാരരുചിരസ്മിത ശോഭിതാനി, ഗംഭീരവും മനോഹരവുമായ മന്ദഹാസത്താൽ ശോഭിക്കുന്ന നർമാണി, പരിഹാസവാക്യങ്ങളെയും, ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, ഹേ അർജുന, അല്ലയോ അർജുന, സഖേ കുരുനന്ദന, ഹേ സ്നേഹിത കുരുശ്രേഷ്ഠ, ഇതി ഇപ്രകാരം ഹൃദിസ്പൃശാനി, മനസ്സിനെ അപഹരിക്കുന്ന മാധവസ്യ, മാധവന്റെ സംജൽപിതാനി, മധുര ഭാഷണങ്ങളെയും സ്മർത്തു മമ, ഓർക്കുന്ന, സ്മർത്തു മമ, ഓർക്കുന്ന എന്റെ ഹൃദയം, മനസ്സ്, ലുഢന്തി, പൊട്ടുന്നു. അർത്ഥം, ഹേ രാജശിഖാമണേ, എന്തെല്ലാമോ ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നതും മനോഹരവുമായ പുഞ്ചിരിയോടുകൂടിയ പരിഹാസവചനങ്ങളെയും മറ്റു ഓരോ സമയങ്ങളിൽ ഹേ പാർത്ഥ, ഹേ അർജുന, ഹേ സഖേ കുരുനന്ദന എന്നിങ്ങനെയുള്ള മധുരാക്ഷരങ്ങളെ ഹൃദയത്തെ ആവർജിക്കുന്നവനുമായ, ഹരിക്കുന്നവനുമായ മാധവന്റെ മധുര ആലാപങ്ങളെ ഓർക്കുമ്പോൾ, മധുര ശബ്ദങ്ങളെ ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു എന്ന് അർജുനൻ ജ്യേഷ്ഠനോട് പറയുന്നു. അടുത്ത ശ്ലോകം 19. ശയ്യാസനാടന വിഗദ്ധന ഭോജനാദിഷ്വൈക്യാത് വയസ്യ ഹൃദവാനിധി വിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവത് തനയസ്യ സർവം സേഹേ മഹൻ മഹിതയാ കുമതേ രഘം മേ. ശയ്യാസനാടന വിഗദ്ധന ഭോജനാദിഷു ഐക്യാത് വയസ്യ ഋതവാനിധി, ഐക്യാൽ വയസ്യ ഋതവാൻ ഇതി വിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവൽ തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേ രഘം മേ. ശയ്യാസനാടന വിഗദ്ധന ഭോജനാദിഷു, ശയ്യ, ആസനം, അടനം, വിഗദ്ധനം, ഭോജനം എന്നിവകളിൽ ഐക്യാൽ, ഐക്യം ഹേതുവായിട്ട്, വയസ്യ, സ്നേഹിത, ഋതവാൻ, സത്യവാൻ തന്നെ നീയെന്ന്, വിപ്രലബ്ധ, പരിഹസിക്കപ്പെട്ടു, മഹാൻ, മഹാനായ അവൻ, മഹിതയാ, മാഹാത്മ്യം കൊണ്ട്, സഖ്യു, സ്നേഹിതന്റേതിനെ, സഖാ ഇവ, സ്നേഹിതനെ എന്ന പോലെയും, തനയസ്യ, പുത്രന്റേതിനെ, പിതൃവൽ, പിതാവെന്ന പോലെയും, കുമതേഹ, ബുദ്ധിഹീനനായ, മേ, എന്റെ, സർവം അഘം, സമസ്ത അപരാധത്തെ, സേഹേ, സഹിച്ചു. കിടപ്പ്, ഇരിപ്പ്, നടത്തം,
മേനി പറച്ചിൽ, ഭക്ഷണം എന്നീ വ്യാപാരങ്ങളിൽ അഭേദമായി നടക്കും. ഞാൻ ചിലപ്പോൾ ഹേ വയസ്യ, നീ എത്രയും സത്യവാനാകുന്നു എന്ന് വിപരീതാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വിധം പറഞ്ഞു പരിഹസിച്ചിട്ടും മഹാനായ കൃഷ്ണൻ ബുദ്ധിഹീനനായ ഞാൻ ചെയ്ത അപരാധത്തെയെല്ലാം സ്നേഹിതന്റെ അപരാധത്തെ സ്നേഹിതനെന്ന പോലെയും പുത്രന്റെ കുറ്റത്തെ പിതാവെന്ന പോലെയും മാഹാത്മ്യം നിമിത്തം സഹിച്ചു. ശ്ലോകം 20. സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യാപ്രിയേണ സുഹൃദാഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. സോഹം സ അഹം നൃപേന്ദ്ര നൃപേന്ദ്ര രഹിത പുരുഷോത്തമേന സഖ്യ പ്രിയേണ സുഹൃദ ഹൃദയേന ശൂന്യ അധ്വനി ഉരുക്രമ പരിഗ്രഹം. അധ്വന്യുരുക്രമ പരിഗ്രഹം. അംഗ പദങ്ങൾ ശ്രദ്ധിക്കണം, ഒറ്റപദമായിട്ട് ഇതിൽ കാണുക. അധ്വനി ഉരുക്രമ പരിഗ്രഹം അംഗ രക്ഷൻ ഗോപൈഹി അസദ്ഭി അബലേവ അബലായിവ അസദ്ഭി അബല ഇവ വിനിർജിതോസ്മി വിനിർജിത അസ്മി. ഇതാണ് പദങ്ങള്, ശ്രദ്ധിക്കുക. അംഗ നൃപേന്ദ്ര, ഹേ നൃപശ്രേഷ്ഠ, രാജശ്രേഷ്ഠ, സഖ്യാ സ്നേഹിതനും പ്രിയേണ പ്രിയനും സുഹൃദാ സുഹൃത്തുമായ പുരുഷോത്തമേന പുരുഷോത്തമനോട് രഹിത പിരിഞ്ഞിരിക്കുന്ന സ അഹം ആ ഞാൻ ഹൃദയേന ഹൃദയത്തോട് ശൂന്യ വേർപിരിഞ്ഞവനായിട്ട് അധ്വനി അധ്വാവിൽ ഉരുക്രമ പരിഗ്രഹം ഭഗവാന്റെ ഭാര്യമാരെ രക്ഷൻ രക്ഷിക്കുന്നവനായിട്ട് ഗോപൈഹി ഗോപന്മാരാൽ അസദ്ഭി അസത്തുക്കളാൽ അബലായിവ സ്ത്രീയെ എന്ന പോലെ വിനിർജിത വിജയിക്കപ്പെട്ടവനായിട്ട് അസ്മി ഭവിക്കുന്നേൻ. ഹേ രാജശ്രേഷ്ഠ, എന്റെ സ്നേഹിതനും പ്രിയനും സുഹൃത്തുമായ പുരുഷോത്തമനെ പിരിഞ്ഞ ഞാൻ ഹൃദയത്തോട് വേറിട്ടവനെന്ന പോലെയായി. അങ്ങ് ശങ്കിച്ച വിധം പരാജിതനുമായി. എങ്ങനെയെന്നാൽ ഭഗവാന്റെ ഭാര്യമാരായ 16,000 സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ മാർഗമധ്യത്തിൽ വെച്ച് നീചന്മാർ സ്ത്രീയെ എന്ന പോലെ ഗോപന്മാർ എന്നെ തോൽപ്പിച്ചു. അടുത്ത ശ്ലോകം 21. തദ്വൈ ധനുസ്ത ഇഷവസ്സരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യദാനമന്തി സർവം ക്ഷണേന തദഭൂത സതീശരിക്തം ഭസ്മൻഹുതം കുഹകരാദ്ധമിവോപ്തമൂഷ്യം. പദങ്ങൾ ശ്രദ്ധിക്കാം. തദ്വൈ 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 തൽവൈ തദ്വൈ ധനുസ്ത ഇഷവ സരഥോഹയാസ്തേ സോഹം രഥീ നൃപതയോ യദ ആനമന്തി സർവം ക്ഷണേന
തദഭൂത സതീശരിക്തം തത് അഭൂത് അസത്ത് സർവം തത് തത് അഭൂത് അസത്ത് ഈശരിക്തം. പദങ്ങള് ശ്രദ്ധിക്കുക. ഈശരിക്തം, ഭസ്മൻഹുതം, കുഹകരാദ്ധം ഇവോപുതമൂഷ്യാം. കുഹകരാദ്ധം ഇവ ഊഷ്യാം അമൂഷ്യാം. ഇതാണ് പദങ്ങള്. ശ്രദ്ധിക്കുക. അന്വയത്തെ ക്രമത്തിൽ പഠിക്കാം. ധനു ധനുസ്, തദ്വൈ അതുതന്നെ, ഇഷവ ബാണങ്ങൾ, തേ അവതന്നെ, രഥ തേർ, സ അത്, ഹയാഹ കുതിരകൾ, തേ അവ, രഥീ രഥത്തിലിരിക്കുന്നവൻ, സ അഹം ആ ഞാൻ, യഥ ആർക്കായിക്കൊണ്ട്, നൃപതയ നൃപതികൾ, ആനമന്തി നമസ്കരിക്കുന്നു. നമന്തി എന്നുള്ളതിനെ അതാണ് ആനമന്തി എന്നും വായിക്കാറുണ്ട്. രണ്ടു തരത്തിലും പറയാം. ആനമന്തി ആനമന്തി നമസ്കരിക്കുന്നു. ഈശ്വരീകൃതം ഈശ്വരനോട് വേർപെട്ടതായ, തൽസർവം അതെല്ലാം, ഭസ്മൻ ഭസ്മത്തിൽ, ഹുതം ഹോമിച്ചതുപോലെയും, കുഹകരാദ്ധം നീചനായിക്കൊണ്ട് ദാനം ചെയ്തതുപോലെയും, ഊഷ്യാം മരുവിൽ ഉപ്പുതം വിതച്ചതുപോലെയും, ക്ഷണേന ക്ഷണം കൊണ്ട്, അസത്ത് അസത്തായിട്ട്, അഭൂൽ ഭവിച്ചു. രാജാക്കന്മാരെല്ലാവരും നമസ്കരിച്ച് വണങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ വില്ല്, അതേ ബാണങ്ങൾ, അതേ രഥം, അതേ കുതിരകളോടുകൂടിയ അതേ രഥത്തിലിരുന്നു യുദ്ധം നടത്തുന്നവൻ ആ ഞാൻ തന്നെ. ഒന്നും മാറ്റമില്ല. അർജുനൻ പറയുന്നത് മഹാഭാരത യുദ്ധക്കളത്തില് പറഞ്ഞുവല്ലോ, അതേ അമ്പ് അല്ലെ, അതേ വില്ല്, അതേ ബാണങ്ങള്, അതേ രഥം, അതേ കുതിരകള്, അതേ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്നു, അതേ ഞാൻ തന്നെ. എന്നാൽ ഇതെല്ലാം ഭഗവാനെ പിരിഞ്ഞപ്പോൾ ഭസ്മത്തിൽ ഹോമിച്ചതുപോലെയും നീച്ചനായിക്കൊണ്ട് ദാനം ചെയ്തതുപോലെയും ഊഷരഭൂമിയില് മരുഭൂമിയില് വിതച്ച വിത്തുപോലെയും യാതൊരു ഗുണവും ഫലവുമില്ലാതായിട്ട് ഭവിച്ചു. ശ്ലോകം 22. രാജം സ്ത്വയാഭിപൃഷ്ടാനാം സുഹൃദാം ന സുഹൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിധാ. രാജൻ ത്വയാഭിപൃഷ്ടാനാം ത്വയാഭിപൃഷ്ടാനാം സുഹൃദാം ന സുഹൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിധാ. വിപ്രശാപവിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിധാ. അടുത്ത ശ്ലോകം 23 കൂടി ശ്രദ്ധിക്കുക. വാരുണീം മദിരാം പീത്വാ മദോന്മഥിത ഛേദസാം അജാനതാം ഇവ അന്യോന്യം ചതുപഞ്ചാവശേഷിതാഃ. വാരുണീം മദിരാം പീത്വാ മദോന്മഥിത ഛേദസാം അജാനതാം ഇവ അന്യോന്യം ചതുഃ പഞ്ചാവശേഷിതാഃ. ഇനി പദങ്ങൾ അന്വയക്രമത്തിൽ. രാജൻ ഹേ രാജാവായുള്ളവനെ, ത്വയാ അങ്ങയാൽ, അഭിപൃഷ്ടാനാം ആദരപൂർവം ചോദിക്കപ്പെട്ട, അഭിപൃഷ്ടാനാം എന്ന് പറഞ്ഞാൽ ആദരപൂർവം ചോദിക്കപ്പെട്ട, ന സുഹൃദാം നമ്മളുടെ സുഹൃത്തുക്കളുടെ, സുഹൃത്പുരേ സുഹൃത്തുക്കളുടെ പുരത്തിൽ, വിപ്രശാപവിമൂഢാനാം ബ്രാഹ്മണശാപത്താൽ ബുദ്ധിയില്ലാത്തതായവരും, വാരുണിം മദിരാം
വരുണ സംബന്ധിയായ മദ്യത്തെ പീത്വാ പാനം ചെയ്തിട്ട് കുടിച്ചിട്ട് പീത്വാ മതോന്മഥിത ചേതസാം മതത്താൽ ക്ഷോഭിച്ച മനസ്സോടുകൂടിയവരും മുഷ്ടികൾ കൊണ്ട് അന്യോന്യം അജാനതാമിവ തമ്മിൽ തമ്മിൽ അറിയാത്തവരെന്ന പോലെ മിഥ നിഘ്നതാം അന്യോന്യം പ്രഹരിക്കുന്നവരുമായിട്ട് ചതുഷ്പഞ്ച 4-5 പേർ അവശേഷിതാ ബാക്കിയുണ്ട്. ഹേ രാജൻ, സുഹൃത്തുക്കളുടെ പട്ടണത്തിൽ അങ്ങ് കുശലം ചോദിച്ച ബന്ധുക്കളുടെ കൂട്ടത്തിൽ ബ്രാഹ്മണശാപം ഏർപ്പെട്ടതിനാൽ മൂഢത്വം അവരെ ബാധിച്ചു. വരുണനിർമ്മിതമായ മദ്യം കുടിച്ചത് നിമിത്തം മനസ്സ് മയങ്ങി. അച്ഛൻ മകനെയും മകൻ അച്ഛനെയും ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും അന്യോന്യം കണ്ടറിയാത്ത മട്ടിൽ കൈകൾ കൊണ്ടടിച്ചും കുത്തിയും തമ്മിൽ തല്ലി നശിച്ചു. ആ കൂട്ടത്തിൽ ഇനി 4-5 പേർ ശേഷിച്ചിരിക്കുന്നുണ്ട്. ശ്ലോകം 24. പ്രായേണൈതൽ ഭഗവത ഈശ്വരസ്യ വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ച യന്മിഥാ. പ്രായേണ ഇതിയൽ ഐതൽ പ്രായേണ ഐതൽ ഇതിയൽ ഭഗവത ഈശ്വരസ്യ വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ച യന്മിഥ. ഭൂതാനി പ്രാണികൾ ജീവികൾ മിഥ നിഘ്നന്തി അന്യോന്യം പ്രഹരിക്കുന്നു. മിഥ ഭാവയന്തി അന്യോന്യം സഹായിക്കുന്നു. ഇതിയൽ എന്നത് യാതൊന്നോ ഏതൽ ഇത് പ്രായേണ മിക്കതും ഭഗവത ഈശ്വരസ്യ ജ്ഞാനാദ്യൈശ്വര്യം തികഞ്ഞിരിക്കുന്ന ഈശ്വരന്റെ വിജേഷ്ടിതം വ്യാപാരം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം പ്രായേണ ജനങ്ങൾ അന്യോന്യം കലഹിച്ചു നശിക്കുന്നതും സ്നേഹിച്ചു സുഖത്തെയും ക്ഷേമത്തെയും അടയുന്നതും ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് കളിക്കുന്ന ഭഗവാന്റെ ലീലാവൈഭവം മാത്രമാകുന്നു. ശ്ലോകം 25. ജലൗകസാം ജലേ യദ്വൽ മഹാന്തോദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ. ജലൗകസാം ജലേ യദ്വൽ മഹാന്തോദന്ത്യണീയസ മഹാന്ത അദന്തി മഹാന്ത അദന്തി അണീയസ മഹാദോദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ. ജലൗകസാം ജലമാകുന്ന വാസസ്ഥാനത്തോടുകൂടിയ ജന്തുക്കളുടെ കൂട്ടത്തിൽ ജലേ യദ്വൽ ജലത്തിലെന്ന പോലെ മഹാന്ത വമ്പിച്ച ശരീരമുള്ളവ അണീയസ നന്നെ കൃശരീരമുള്ളവയെ അദന്തി ഭക്ഷിക്കുന്നു. അദന്തി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു. രാജൻ ഹേ രാജാവേ, ബലിന അധികം ബലമുള്ളവർ ദുർബലാൻ ബലം കുറഞ്ഞവരെയും മഹാന്ത ബലിന മഹാന്മാരായ ബലിശാലികൾ മിഥ അന്യോന്യവും അദന്തി തിന്നുന്നു. ഹേ മഹാരാജാവേ, ജലത്തിൽ വസിക്കുന്ന ജന്തുക്കളിൽ വലിയ ജന്തുക്കൾ ചെറിയ ജീവികളെ തിന്നുന്നത് പോലെ ബലമധികമുള്ളവർ ബലം കുറഞ്ഞവരെയും രണ്ടുപേരും ബലശാലികളാണെങ്കിൽ അന്യോന്യം കലഹിച്ചും തമ്മിൽ തല്ലിയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലോകസ്വഭാവമാകുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത ജന്തുക്കളുടെ സ്വഭാവം നാശകാലം അടുത്തു വരുമ്പോൾ മനുഷ്യരിലും കാണപ്പെടുന്നത് അസാധാരണമല്ല, സാധാരണമാണ് എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ശ്ലോകം 26. ഏവം ബലിഷ്ഠൈര്യദുഭിർ മഹദ്ഭിരിതരാൻ വിഭു യദൂൻ യദുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാരഹ. ഏവം ബലിഷ്ഠൈഹി യദുഭി മഹാത്മഭി ഇതരാൻ വിഭു യദൂൻ യദുഭി അന്യോന്യം ഭൂഭാരാൻ സംജഹാരഹ.
ഇപ്രകാരം ഏവം ഇപ്രകാരം മഹദ്ഭി മഹാന്മാരും ബലിഷ്ഠൈഹി ബലശാലികളായ യദുഭി യദുക്കളെ കൊണ്ട് വിഭു സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ഇതരാൻ അന്യരായ മറ്റു രാജാക്കന്മാരെയും ഭൂഭാരാൻ യദൂൻ ഭൂമിക്ക് ഭാരമായ യദുക്കളെ കൊണ്ടു അന്യോന്യം തമ്മിൽ തമ്മിലും സംജഹാര സംഹരിച്ചു. ഹാ കഷ്ടം! ഇതേവിധം പ്രഭുവായ ശ്രീകൃഷ്ണൻ ബലവാന്മാരായ യാദവന്മാരെ കൊണ്ട് ദുർബലന്മാരെയും യാദവന്മാരെ തമ്മിൽ തല്ലിച്ചും സംഹരിപ്പിച്ച് ഭൂമിയുടെ ഭാരത്തെ തീർത്തു. ശ്ലോകം 27. ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരത ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. ദേശകാലാർത്ഥയുക്താനി സ്ഥലകാല വിഷയങ്ങൾക്ക് യോജിച്ചവയും ഹൃത്താപോപശമാനി ച ഹൃദയ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനുമായ ഗോവിന്ദാഭിഹിതാനി ശ്രീകൃഷ്ണവചനങ്ങളെ സ്മരത മേ ഓർക്കുന്ന എന്റെ ചിത്തം ഹരന്തി മനസ്സിനെ ഹരിക്കുന്നു. ദേശത്തിനും കാലത്തിനും ഉചിതമായും പ്രയോജനത്തോടുകൂടിയതും മനസ്സിലെ ദുഃഖങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതുമായ ഭഗവത് വാക്യങ്ങളെ ഓർക്കുന്തോറും എന്റെ മനസ്സ് പരവശപ്പെടുന്നു. ഇനി ഒന്നും പറവാൻ എനിക്ക് ശക്തിയില്ല, ആലസ്യം ബാധിക്കുന്നുവെന്ന് സാരം. ഇതാണ് 11 ശ്ലോകങ്ങള്. 28 മുതൽ അങ്ങോട്ടുള്ള ശ്ലോകങ്ങള് അടുത്ത പഠന ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. നമുക്ക് മഹാഭാഗ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഭഗവത് കഥകള്, അതും വിശേഷിച്ച് അർജുനന്റെ ആ വിഷാദത്തിലൂടെ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചു ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തുകൊണ്ട് ധർമ്മപുത്ര മഹാരാജാവിന്റെ മുന്നിൽ ഹസ്തിനപുരത്തിൽ വെച്ച് ലഭിക്കുന്ന അർജുനന്റെ ഭാവത്തെ ഈ അധ്യായത്തിൽ ഇങ്ങനെ ഉടനീളം വിവരിക്കുകയാണ്. ഇത്രയും ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം.